എന്താണ് ഇത്തരത്തിൽ ഷെറിന്, അതായത് ഷെറിന് ഇത്തരത്തിലുള്ള ആനുകൂല്യമൊക്കെ ജയിലിൽ കിട്ടാനുള്ള ഒരു കാരണം? ഉദ്യോഗസ്ഥന്മാരുടെ ജയിലുദ്യോഗസ്ഥൻ്റെ പ്രദീപ് സാറായിട്ടുണ്ടായിരുന്ന വഴിവിട്ട ബന്ധം. പിന്നെ ഇപ്പോൾ പ്രദീപ് സാർ എന്തോ ജയിലുദ്യോഗസ്ഥന്മാർക്ക് പരിശീലനം നടക്കണം, എന്തോ ഡൽഹിയിൽ അവിടെ എന്തോ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പരിശീലനം കിട്ടുന്ന ഉദ്യോഗസ്ഥന്മാർ വളരെ നന്നായിരിക്കും. ഇത്തരത്തിലുള്ള പരിശീലനം കിട്ടിയാൽ അവർക്ക് ഇതുപോലെ ബാങ്ക് ബാലൻസും സ്ത്രീ പീഡകരൊക്കെ ആയിട്ട് മാറിക്കോളും. ഒരു വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നു തന്നെയാണ് ഷെറിൻ പറഞ്ഞിട്ടുള്ളത്. കാരണം ഷെറിൻ ഞാൻ ആ മൊബൈലിൻ്റെ പ്രശ്നത്തിൽ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഇടയിൽ ഷെറിൻ 15 ദിവസത്തെ അങ്ങോട്ട് വരുള്ളൂ, എമർജൻസി വരുള്ളൂ. അതിൻ്റെ ഇടയിൽ പോയിട്ട് വന്നപ്പോൾ എനിക്കൊരു പേനൊക്കെ മേടിച്ചു കൊടുന്നു. 2500 രൂപ ഞങ്ങളുടെ പേനയുടെ വിലയായിരുന്നു. രണ്ട് പറഞ്ഞു, സുനി നിനക്ക് എന്നെക്കുറിച്ച് പരാതി ഇതും പേന മേടിച്ചു കൊടുന്നിട്ട് എന്നോട് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, സുനി എൻ്റെ പേരിൽ പരാതിയിട്ട് എന്നോട് ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തത്. അപ്പം ഞാൻ അന്ന് ജാമ്യത്തിന് പൈസ ഇല്ലാതെ എടുക്കാം. അപ്പം എന്നോട് പറഞ്ഞു എന്നെ ജാമ്യത്തിലിറക്കാം, എന്നോട് പ്രശ്നത്തിനൊന്നും നിൽക്കരുത്, അതുതന്നെ പ്രദീപ് സാറായിട്ട് പ്രശ്നത്തിന്. അപ്പം ഞാൻ DAGക്ക് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, DAG എന്നെ റിപ്പോർട്ടൊക്കെ എടുത്ത് പോയ സമയമാണ്. അപ്പോൾ DAG ഭാഗത്തുനിന്നൊരു പ്രശ്നം ഉണ്ടാവില്ലേ, പ്രദീപ് സാറ് വളരെ ഫ്രണ്ട്ലിയാണ്, അവരായിട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്ന് വരെ ഷെറിൻ പറഞ്ഞിട്ടുള്ളതാണ്. ഷെറിൻ്റെ ആളുടെ ഭാഗത്തു നിന്ന് പ്രശ്നം ഉണ്ടാവില്ല, ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞത് ഷെറിൻ. ഞാനും ഷെറിനും തമ്മിൽ ഇനി വഴക്കുണ്ടാവുക അങ്ങനെ ഒരു റിപ്പോർട്ട് അവിടെ ഇല്ല. ഞാനും പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ ഞങ്ങൾ വളരെ സ്നേഹത്തിൽ. ഒരു 4 മാസത്തോളം ഉണ്ടായിരുന്നു അവിടെ. ഇത്തരത്തിൽ തന്നെയാണ് കണ്ടുള്ളത്. അതെ. എന്തായാലും ഷെറിന് വളരെയധികമുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ ജയിലിനുള്ളിൽ ലഭിച്ചിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ സഹതടവുകാരൻ വെളിപ്പെടുത്തുന്നത്. എന്തായാലും ഇതിൽ ഒരു വിശദമായ അന്വേഷണമൊക്കെ തന്നെ നടത്തേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം പറയുന്ന പോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഷെറിനേക്കാൾ അർഹതയുള്ള പുറത്തിറങ്ങാനുള്ള ആളുകൾ അപ്പോഴും എന്തുകൊണ്ട് ഷെറിന് മാത്രമെന്ന ചോദ്യം കൂടി അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ബേസിൽ ജോർജിനൊപ്പം മലപ്പാട് നിന്നും കെ അഖിൽ, മീഡിയ 1.